ഹായ് എവരി വൺ, വെൽക്കം ടു റോൺജൻ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റർ എന്ന ചാപ്റ്ററാണ്. അതിൽ കപ്പാസിറ്റർ എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തുടങ്ങാവുന്നതാണ്. എന്താണ് കപ്പാസിറ്റർ എന്നും അതിൻ്റെ യൂസ് എന്താണെന്നും അതിൻ്റെ വർക്കിംഗ് എന്താണെന്നും അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് തുടങ്ങാം. കപ്പാസിറ്റർ ഈസ് ദ ഡിവൈസ് ദാറ്റ് ക്യാൻ സ്റ്റോർ ഇലക്ട്രിക് ചാർജസ്. അഥവാ ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് കപ്പാസിറ്റർ. എങ്ങനെയാണ് ഇത് നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? എ കപ്പാസിറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടു കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റിംഗ് മീഡിയം ബിറ്റ്വീൻ ദ ടു കണ്ടക്ടേഴ്സ്. അഥവാ രണ്ട് കണ്ടക്ടർ വേണം. അപ്പോൾ ഞാൻ ഫിഗറൈസ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, വയലറ്റ് കളറിൽ രണ്ട് പ്ലേറ്റുകൾ, അതാണ് കണ്ടക്ടേഴ്സ്. അതിൻ്റെ ഇടയിൽ ഒരു ഇൻസുലേറ്റിംഗ് മീഡിയം വേണമെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഇടയിലുള്ള യെല്ലോ കളറിൽ കാണിച്ചതാണ് ഇൻസുലേറ്റിംഗ് മീഡിയം. ആൻഡ് ദീസ് ടു കണ്ടക്ടേഴ്സ് ഹാവിങ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്. രണ്ട് കണ്ടക്ടേഴ്സിനും ഇവിടെ ഞാൻ പ്ലസ് ക്യൂ മൈനസ് ക്യൂ എന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ചാർജുള്ള കണ്ടക്ടേഴ്സാണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നെറ്റ് ചാർജ് ഓൺ ദ കപ്പാസിറ്റർ വിൽ ബി 0 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പ്ലസ് ക്യൂ ഉണ്ട് മൈനസ് ക്യൂ ഉണ്ട്, ഇത് രണ്ടും ആഡ് ചെയ്താൽ 0 ആയില്ലേ? രണ്ട് ഈക്വൽ ഓപ്പോസിറ്റ് ചാർജിന്റെ സം എന്ന് പറയുന്നത് 0 ആണ്. പക്ഷേ ഇനിയിപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു കപ്പാസിറ്ററിന് ചാർജ് ക്യൂ ഉണ്ട് എന്ന് പറയാം? നെറ്റ് ചാർജ് 0 ആണ്, പക്ഷേ അതിൽ ഇൻഡിവിജ്വൽ ചാർജസ് ഉണ്ടാവും. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് വെൻ വി സേ ദാറ്റ് കപ്പാസിറ്റർ ഹാസ് എ ചാർജ് ക്യൂ, വെൻ we mean that positively charged conductor has a charge plus q and a negatively charged conductor has a charge minus q. എന്ന് പറഞ്ഞാൽ ഒരു കപ്പാസിറ്ററിന് ക്യൂ ചാർജ് ഉണ്ടെന്ന് പറഞ്ഞാൽ, അഥവാ പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് കണ്ടക്ടേഴ്സ് ഉണ്ടാവും, അതിൻ്റെ ചാർജ് പ്ലസ് ക്യൂ ആയിരിക്കും. അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കണ്ടക്ടേഴ്സിന് മൈനസ് ക്യൂ ചാർജ് ഉണ്ടാവും, പക്ഷേ നെറ്റ് ചാർജ് 0 ആയിരിക്കും അവിടെ ഉണ്ടാവുന്ന. നെക്സ്റ്റ്, കപ്പാസിറ്റൻസ്. ഇനി ഇക്വേഷൻ പ്രകാരം നമ്മൾ കപ്പാസിറ്റേഴ്സിനെ ഡിഫൈൻ ചെയ്യാണ്. അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കണ്ടക്ടർ ഈസ് പ്രൊപ്പോർഷണൽ ടു ചാർജ് ക്യൂ. അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചാർജിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അഥവാ പൊട്ടൻഷ്യൽ ചാർജ് കൂടിയാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും കൂടും എന്നാണ് പറയുന്നത്. അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞത് മാത്തമാറ്റിക്കലി എഴുതിയാൽ ക്യൂ പ്രൊപ്പോർഷണൽ ടു വി ആണ്, ആൻഡ് ക്യൂ ഈസ് ഈക്വൽ ടു സി വി ആണ്. എങ്ങനെ ഈ സി എന്ന് വന്നത്? നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കുന്ന സമയത്ത് ഒരു കോൺസ്റ്റന്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ആൻഡ് സി ഈസ് ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആൻഡ് ഈസ് കോൾഡ് കപ്പാസിറ്റൻസ്. Therefore, charge stored in the capacitor അഥവാ Q is equal to CV എന്നുള്ള ഇക്വേഷൻ കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി കപ്പാസിറ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ Q by V ആണ് കപ്പാസിറ്റൻസിന്റെ ഈ ഇക്വേഷൻ. ആൻഡ് SI യൂണിറ്റ് ഓഫ് ദിസ് കപ്പാസിറ്റൻസ് ഈസ് ഫാരഡ് ആണ്. നമ്മൾ മൈക്കിൾ ഫാരഡേയുടെ ഹോണറായിട്ട് കൊടുത്ത ഇക്വേഷൻ യൂണിറ്റ് ആണ്. ആൻഡ് അല്ലെങ്കിൽ നമുക്ക് C കൂളം പെർ വോൾട്ട് എന്ന ഇക്വേഷൻ കൊണ്ടും അതിനെ റെപ്രസെന്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കപ്പാസിറ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ? ഒരു കപ്പാസിറ്ററിന് എന്തൊക്കെ ഫാക്ടറാണ് എഫക്ട് ചെയ്യുക? ഫസ്റ്റ് വൺ, ഏരിയ ഓഫ് ദ കണ്ടക്ടർ ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കണ്ടക്ടേഴ്സ് ആൻഡ് നാച്ചർ ഓഫ് ഡൈഇലക്ട്രിക് മീഡിയം, നാച്ചർ ഓഫ് ഇൻസുലേറ്റിംഗ് മീഡിയം ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ്, ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ക്യൂ ആൻഡ് വി ഇൻഡിവിജ്വലി. അഥവാ ക്യൂവും വിയും ഡയറക്ട്ലി റിലേറ്റഡ് ആണ്, പക്ഷെ ഇവ ഇൻഡിവിജ്വൽ ആയിട്ട് എന്ത് ചെയ്യില്ല, ആസ് എ ഹോൾ ആണ് ഇവ ഡിപ്പെൻഡ് ചെയ്യുക, അഥവാ ഇൻഡിവിജ്വലി ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. എങ്ങനെയാണ് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ടാക്കുക? സിമ്പിൾ. നമ്മൾ നേരത്തെ പറഞ്ഞ കപ്പാസിറ്ററിൽ കണ്ടക്ടറിന് പകരം ഇവിടെ ഒരു പ്ലേറ്റ് ഫോമിലുള്ള ഒരു കണ്ടക്ടർ, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജുമുള്ള പ്ലേറ്റ് ഫോമിലുള്ള രണ്ട് കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള കണ്ടക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. A parallel plate capacitor consists of two large plain and parallel conductor plates which are separated by small distance. ഇനി ചിലതിൽ ഇതിൻ്റെ ഇടയിലൊരു എയർ ആയിരിക്കും ഉണ്ടാവുക. ഇൻ സം ദ മീഡിയം ഈസ് എയർ ആൻഡ് ഇൻ സം
എ വെൽ ഡിഫൈൻഡ് ഡൈലക്ട്രിക് മീഡിയം ഈസ് പ്ലേസ്ഡ്. ഇവിടെ കണ്ടോ ഒരു മീഡിയം ഉണ്ട്, സെപ്പറേറ്റ് ഇൻസുലേറ്റിംഗ് മീഡിയം ചിലതിലുണ്ടാവും, ചിലതിൽ എയർ ആയിരിക്കും അതിൻ്റെ ഇടയിൽ ഉണ്ടാവുക. ഇനി നമ്മൾ ഇതിനെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻസ് ആണ് പറയുന്നത്. എയർ ഉള്ള കപ്പാസിറ്ററിൻ്റെതും വിത്ത് എ ഡൈലക്ട്രിക് അഥവാ ഇൻസുലേറ്റേഴ്സ് ഉള്ള കപ്പാസിറ്റേഴ്സിൻ്റെയും അതിൻ്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് അപ്സലോൺ 0 എ ബൈ ഡി. ഇവിടെ കെ അപ്സലോൺ 0 എ ബൈ ഡി ആയി. ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ളതാണ് സിഗ്മ ബൈ അപ്സലോൺ 0. ഇവിടെ സിഗ്മ ബൈ കെ അപ്സലോൺ 0. ഇവിടെ ഒരു കെ പ്രയോഗം കൂടുതലായിരിക്കും. അഥവാ കെ എന്ന് പറയുന്നത് ഡൈലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് ദ കപ്പാസിറ്റർ ആണ്. ബാക്കിയെല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞ ടേംസ് ആണ്. ഏരിയ ആണ്, അപ്സലോൺ 0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്, ആൻഡ് സിഗ്മ എന്ന് പറഞ്ഞാൽ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡൈലക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിംപ്ലി ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്ററിന്റെ വേറെ പേരാണ് ഡൈലക്ട്രിക്സ്, സച്ച് ആസ് കണ്ടോ പേപ്പർ, മൈക്ക, എയർ, ഇതൊക്കെ ആവാം ഡൈലക്ട്രിക്സ്. ഇനി എന്താണ് ഡൈലക്ട്രിക് സ്ട്രെങ്ത്? നമ്മൾ നേരത്തെ പറഞ്ഞ കെ. ഡൈലക്ട്രിക് സ്ട്രെങ്ത്, it is a maximum value of electric field that can be applied to dielectric without it breakdown. എന്ന് പറഞ്ഞാൽ ഈ കപ്പാസിറ്റർ ബ്രേക്ക് ഡൗൺ ചെയ്യാതെ അതിന് എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് സ്റ്റോർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഡൈലക്ട്രിക്സ്. ദാറ്റ് ഈസ് ഡൈലക്ട്രിക് സ്ട്രെങ്ത് ഈസ് ഇ മാക്സ്. സോ SI യൂണിറ്റ് ഓഫ് ഡൈലക്ട്രിക് സ്ട്രെങ്ത് ഈസ് ന്യൂട്ടൺ പെർ കൂള അഥവാ ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ യൂണിറ്റ് ആണ്. സോ വോൾട്ട് പെർ മീറ്റർ ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ യൂണിറ്റ് ആണ്. പിന്നെ നമ്മൾ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഉണ്ട്. ഡൈലക്ട്രിക് കോൺസ്റ്റന്റും ഡൈലക്ട്രിക് സ്ട്രെങ്ത്തും രണ്ടാണ്, ഒന്നല്ല. ഇലക്ട്രോസ്റ്റാറ്റിക്സ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ചാർജ്ഡ് കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്ററിന് ഉണ്ടാകുന്ന എനർജിയാണ് അടുത്ത് പറയാൻ പോകുന്നത്. എനർജി എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ആണ്. എപ്പോഴും നമ്മൾ പറയുന്നതാണ് വർക്ക് ഡൺ ആണ്. അതുപോലെ ചാർജിങ് എ കപ്പാസിറ്റർ അഗെയിൻസ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ആൻഡ് മാത്തമാറ്റിക്കലി അത് കണ്ടുപിടിക്കുന്നതാണ് ½ CV², ½ QV ആൻഡ് ½ Q²/C. ബാക്കി ക്യൂവും സിയും വിയും ഒക്കെ നമ്മൾ മുമ്പ് പറഞ്ഞ അതേ ടേംസ് തന്നെയാണ്. നെക്സ്റ്റ് ആണ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. കോമ്പിനേഷൻ ഫസ്റ്റ് സീരീസ് കോമ്പിനേഷനും പാരലൽ നമുക്ക് രണ്ട് തരത്തിലുള്ള കോമ്പിനേഷനാണ്, സീരീസും പാരലൽ. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും ഈ റെസിസ്റ്റേഴ്സിൻ്റെ ഒക്കെ കോമ്പിനേഷൻസ്. അതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്, നമുക്ക് എങ്ങനെയാ നോക്കാം. സീരീസ് കോമ്പിനേഷൻ, in series combination charge on each capacitor is same but potential will be different. നോക്കാം, ഈ ബാറ്ററിയിൽ നിന്ന് ചാർജ് പോവാണ്, അങ്ങനെ പോയി 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 ഈ ഫസ്റ്റ് കപ്പാസിറ്ററിലെത്തും, അത് സ്റ്റോർ ചെയ്യും, ബാക്കിയുള്ളത് നെക്സ്റ്റിലേക്ക് പോകും. അങ്ങനെ 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 ഒരേ ചാർജാണ് ഓരോ കപ്പാസിറ്ററിലൂടെയും ഒഴുകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ചാർജ് സെയിം ആണെന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കാം, പാരലൽ കോമ്പിനേഷനിൽ നോക്കാം. പാരലൽ കോമ്പിനേഷനിൽ എന്താ സംഭവിക്കുന്നത്? പൊട്ടൻഷ്യൽ ഈസ് സെയിം ബട്ട് ചാർജ് വിൽ ബി ഡിഫറെൻറ്റ്. നോക്കാം, ഇവിടെ നിന്ന് ഇതാ ചാർജ് വരുന്നു, ഇവിടെ എത്തി സ്പ്ലിറ്റായി. ഇതിലൂടെ ഒരു ചാർജ് പോയി, ഇതിലൂടെ വേറെ കുറച്ച് ചാർജ് പോയി, അടുത്ത വഴിയിലൂടെ വേറെ കുറച്ച്. ഇവിടെ ചാർജിന് പോകാൻ 3 വഴികളുണ്ട്. എന്നാൽ ഫസ്റ്റിലെ സീരീസ് കോമ്പിനേഷനിൽ ഒരൊറ്റ വഴി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ചാർജ് ഡിഫറെൻ്റ് ആയത്. പക്ഷേ ഇതിൻ്റെ എൻഡ് നോക്ക്, ഇവിടെ എ എന്ന് പറയുന്ന എൻഡ്, ഇവിടെ ബി എന്ന് പറയുന്ന എൻഡുകൾ സെയിം ആണ്. ഇനി എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുമ്പോൾ സീരീസിലുള്ളത് 1/C1 + 1/C2 + 1/C3. ഇവിടെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് CP = C1 + C2 + C3 ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റെസിസ്റ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ കപ്പാസിറ്റൻസ്, എഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ ഇവിടെ നമുക്ക് കിട്ടുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾ കമൻ്റായി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ എഡ്യൂക്കേഷൻ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.